നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കറണ്ട്, വൈഫൈ, റിമോട്ട് കൺട്രോൾ, റേഡിയോ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചൊരു ബുദ്ധിയുണ്ട്. ലോകമെന്ന അയാളെ കളിയാക്കി ദാരിദ്ര്യത്തിലും അവഗണനയും ജീവിച്ചിട്ടും ഭാവിയിലെ ലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരാൾ. ഇത് നിക്കോള ടെസ്ലയുടെ കഥയാണ്. 1856 ഒരു മിന്നൽ പ്രണയമുള്ള രാത്രിയിലാണ് ടെസ്ല ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ കഠിനമായ കോളറ ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ടു. മകന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ അച്ഛൻ പറഞ്ഞു, നീ സുഖം പ്രാപിച്ച നിനക്ക് ഇഷ്ടമുള്ളത് പഠിക്കാമെന്ന്. ആ വാക്ക് നൽകിയ ഒരു ഊർജ്ജം എന്ന പോലെ മരണത്തെ തോൽപ്പിച്ചാണ് ടെസ്ല എഴുന്നേറ്റത്. പിന്നീട് അമേരിക്കയിലേക്ക് വെറും 4 സെന്റ് പണവും കുറച്ച് കവിതകളുമായി അദ്ദേഹം കപ്പൽ കയറി. കയ്യിലൊന്നുമില്ലെങ്കിലും തൻ്റെ ബുദ്ധിയിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അമേരിക്കയിലെത്തിയ ടെസ്ല തോമസ് എഡിസന്റെ കമ്പനിയിൽ ജോലിക്കാരനായി. എഡിസന്റെ DC മോട്ടോറുകൾ നന്നാക്കി കൊടുത്ത $50,000 നൽകാമെന്ന് എഡിസൺ വാഗ്ദാനം ചെയ്തു. മാസങ്ങളോളം പണിയെടുത്ത് ടെസ്ല അത് സാധിച്ചു. പക്ഷേ പണം ചോദിച്ചപ്പോൾ എഡിസൺ തിരിച്ചുകൊണ്ട് പറഞ്ഞു, ടെസ്ല നിനക്ക് അമേരിക്കൻ തമാശകൾ മനസ്സിലാകില്ല. ചതിക്കപ്പെട്ട ടെസ്ല അന്ന് ആ ജോലി രാജിവെച്ചു. പിന്നീട് പട്ടിണി മാറ്റാൻ തെരുവിൽ കുഴിയെടുക്കുന്ന ജോലി വരെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. പക്ഷേ തൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. താൻ കണ്ടെത്തിയ AC വൈദ്യുതി ലോകത്തെ പ്രകാശിപ്പിക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. എഡിസൺ തനിക്കെതിരെ കുപ്രചാരങ്ങൾ നടത്തിയെങ്കിലും ടെസ്ല തളർന്നില്ല. ഷിക്കാഗോ വേൾഡ് ഫെയറിൽ ടെസ്ല തൻ്റെ വൈദ്യുതി പ്രദർശിപ്പിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അടിസ്ഥാനം തന്നെ ആ മനുഷ്യൻ്റെ കഠിനാധ്വാനമാണ്. പക്ഷേ പാറ്റന്റുകൾക്കും പണത്തിനും പിന്നാലെ പോകുന്നതിന് പകരം മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ലക്ഷക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കുന്ന പേറ്റന്റും പോലും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ടെസ്ലയുടെ ജീവിതം പരാജയങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ച പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്ത് ആരും വിശ്വസിച്ചിരുന്നില്ല. വയർലെസ് കറണ്ട്, റേഡിയോ തുടങ്ങിയവയെല്ലാം അന്ന് ഭ്രാന്തൻ ചിന്തകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ തൻ്റെ പരാജയങ്ങൾക്ക് അദ്ദേഹം ഒരു പാഠമായാണ് കണ്ടത്. എനിക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടില്ല, ലക്ഷ്യത്തിലെത്താനുള്ള 10,000 വഴികൾ ഞാൻ കണ്ടെത്തി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം. മറ്റ് ശാസ്ത്രജ്ഞർ പേറ്റന്റുകൾക്കും പണത്തിനും പിന്നാലെ പോയപ്പോൾ ടെസ്ല ലോകത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. AC കറണ്ട്, അതിൻ്റെ പേറ്റന്റ് അദ്ദേഹം തൻ്റെ കമ്പനിയായ വെസ്റ്റിംഗ് ഹൗസിന് വേണ്ടി ഉപേക്ഷിച്ചു. ആ പേറ്റന്റ് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹമായിരിക്കും ലോകത്തിലെ ആദ്യത്തെ ബില്യണയർ. പക്ഷേ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലയിൽ വൈദ്യുതി ലഭിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ടെസ്ല ഒരുപാട് കാലം ഒറ്റയ്ക്കാണ് ചിലവഴിച്ചത്. ഏകനതയിലാണ് ആശയങ്ങൾ ജനിക്കുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മറ്റുള്ളവർ പരിഹസിച്ചോളും ഒറ്റപ്പെടുത്തിയപ്പോഴും അദ്ദേഹം തൻ്റെ ലാബിൽ ഗവേഷണങ്ങൾ തുടർന്നു. നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും വിജയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ടെസ്ലയുടെ ഒരു വലിയ പ്രത്യേകത എന്തെന്നാൽ വിഷ്വലൈസേഷൻ